നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. താരസംഘൻ അമ്മയുടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ഇപ്പോൾ കൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇതിൽ കൃത്യമായി തന്നെ വാർത്ത പുറത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വിജയിക്കുന്നു. ഉറപ്പാണ്, ശ്വേതാ മേനോൻ തന്നെയാണ് വിജയിക്കുക. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും വിജയിച്ചതായാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറ്റവും ഉറ്റുനോക്കിയ മത്സരമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അവിടെ കുക്കു പരമേശ്വരൻ വിജയിച്ചു. എതിരാളി രവീന്ദ്രനായിരുന്നു. രവീന്ദ്രനിൽ നിന്നും വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കുക്കു വിജയിച്ചതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് നല്ല മത്സരമായിരുന്നു. അവിടെ ഉണ്ണി ഷിബുവാൽ വിജയിച്ചു. അനൂപ് ചന്ദ്രനായിരുന്നു എതിരാളി. ഉണ്ണി ഷിബുവാൽ വിജയിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കടുത്ത മത്സരമായിരുന്നു. അൻസബ എതിരില്ലാതെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കടുത്ത മത്സരത്തിൽ ഇപ്പോൾ ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ഷിബുവാൽ വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നതും ചരിത്ര സംഭവമായിരുന്നു വോട്ടിംഗ് നടന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരമൊരു വിജയമുണ്ടായത്. ഒരു മാറ്റവുമില്ലാതെ ഭരണസമിതിക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും വനിതകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവിലേക്ക് വനിതാ പ്രാതിനിധ്യമുണ്ട്. അവിടെ 4 പേര് വരുന്നു. അങ്ങനെയാണെങ്കിൽ 8 പേര് വനിതകളാണ് ഈ അമ്മ സംഘടന നയിക്കാൻ പോകുന്നത്. കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും അൻസബയും അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയയും എക്സിക്യൂട്ടീവിലേക്ക് ജയിക്കുന്ന 4 വനിതകളുമാണ്. അങ്ങനെ 8 വനിതകളുടെ പ്രാതിനിധ്യത്തിലാണ് അമ്മ സംഘടന വിജയത്തിലേക്ക് പോകുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെക്കുറെ എണ്ണം പൂർത്തിയാവുന്നു. വലിയ ഭൂരിപക്ഷം കുക്കുനുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും വിജയം ഉറപ്പായിരിക്കുന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.